നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ എക്കണോമിക്സ്. ആ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് NCERT-യിലും SCERT-യിലും പ്രതിപാദിച്ചിട്ടുള്ള മുഴുവൻ കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുത, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ഇന്ത്യ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദാരിദ്ര്യം, രണ്ടാമത്തതാണ് തൊഴിലില്ലായ്മ, മൂന്നാമത്തതാണ് അസമത്വം. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഈ പറയുന്ന ദാരിദ്ര്യം എന്നറിയപ്പെടുന്ന മേഖല പഠിക്കുമ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ദാരിദ്ര്യം. ദാരിദ്ര്യം എന്നറിയപ്പെടുന്ന ഡെഫിനേഷനുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ എന്തെങ്കിലും വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ദെൻ അതുമായി ബന്ധപ്പെട്ട ഇൻഡെക്സുകൾ എന്തൊക്കെയാണ്? ആ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം, അങ്ങനത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പം ഈ ക്ലാസ്സിന്റെ നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗജന്യ ആനുകാലിക സംഭവങ്ങളും ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനും അതിന്റെ മൈക്രോ നോട്ട്സും പോൾ എക്സാമും ഡെയിലി എക്സാമും PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം 25,000-ത്തിലധികം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത് ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഈ പറയുന്ന ദാരിദ്ര്യം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പോവർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണല്ലോ ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻ. ഈ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം 1776 പ്രസിദ്ധീകരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് മുൻകാല വർഷ ചോദ്യമാണ്. ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതി അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച വർഷം 1776. ഈ ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ദാരിദ്ര്യം എന്ന് ചോദിച്ചാൽ, ബഹുഭൂരിഭാഗം ജനങ്ങളും, ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നല്ല ഏത് രാജ്യത്തെ എടുത്തോ അവിടുത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമുള്ള ഒരു സമൂഹത്തിന് തീർച്ചയായും സമൃദ്ധി നേടുന്നതിനോ സന്തുഷ്ടമായി ജീവിക്കുന്നതിനോ കഴിയില്ല എന്ന വാക്യം പറഞ്ഞത് ആഡം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. വെൽത്ത് ഡെഫിനിഷന്റെ ഉപജ്ഞാതാവ്, മറക്കല്ലേ, നമ്മളെ കുഴപ്പിച്ചു കളയും. വെൽത്ത് ഡെഫിനിഷനും ഉണ്ട്, വെൽഫെയർ ഡെഫിനിഷനും ഉണ്ട്. വെൽത്ത് ഡെഫിനിഷന്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്തും വെൽഫെയർ ഡെഫിനിഷന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് മാർഷലുവ. രണ്ടും 2 ചോദ്യമാണ്. അപ്പം ആഡം സ്മിത്ത് പറഞ്ഞൊരു വാക്യം ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇത് NCERT സ്കൂൾ ടെക്സ്റ്റിലുണ്ട്. ഇനി ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യവുമായി ബന്ധപ്പെട്ട വസ്തുതയാണല്ലോ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത, ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ദാരിദ്ര്യ രേഖ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ പോവർട്ടി ലൈൻ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇത് ഇങ്ങനെയുള്ള സംഭവം, ഈ പറയുന്ന പോവർട്ടി ലൈൻ ഉണ്ടോ, ഇതൊരു സാങ്കല്പിക രേഖയാണ്. ഒരു രാജ്യത്തെ സമ്പന്നരെന്നും ഈ പറയുന്ന ദരിദ്രരെന്നും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് നമ്മൾ എന്തുപേരിൽ അറിയപ്പെടുന്നത്? ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്. നമ്മൾ ഭൂമധ്യരേഖ സാങ്കല്പിക രേഖ എന്നാണ് പറയുന്നത്, അക്ഷാംശ രേഖ സാങ്കല്പിക രേഖ എന്നാ പറയുന്നത്. അപ്പൊ ഇത് ഒരു ഇമാജിനറി ലൈനാണ്. അപ്പം ഒരു രാജ്യത്ത് ഈ പറയുന്ന ദാരിദ്ര്യം എന്നറിയപ്പെടുന്ന ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കണമെങ്കിൽ അതിനാനുപാതികമായ ഒരു കണക്ക് വേണം. അപ്പൊ അങ്ങനെ ജയിൽ ജീവിത ചെലവ്, ജയിൽ ജീവിതത്തിന്റെ ചെലവ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യ രേഖ നിർണ്ണയിച്ച വ്യക്തിയുടെ പേര് ദാദാഭായ് നൗറോജി എന്ന. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൗറോജിയ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നൗറോജിയാണ്. ദാദാഭായ് നൗറോജിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി വസ്തുതയുണ്ട്. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം ഇവിടെ നിന്ന് ചോർത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ സിദ്ധാന്തമാണല്ലോ ബ്രെയിൻ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് ജയിൽ ജീവിത ചെലവുമായി ബന്ധപ്പെട്ട ആശയം? ജയിൽ ജീവിത ചെലവ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിച്ചത് ആരാണ്? അത് ദാദാഭായ് നൗറോജിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്താണല്ലോ ആസൂത്രണ കമ്മീഷൻ ഫോം ചെയ്തത്. എന്തോ ആസൂത്രണ കമ്മീഷന്റെ പ്രത്യേകത? 2015 ജനുവരി 1 ഈ പറയുന്ന ആസൂത്രണ കമ്മീഷന് പകരം ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നായിരുന്നു. ആ നിലവിൽ വന്ന സംവിധാനത്തിന്റെ പേര് നീതി ആയോഗ് എന്ന. അതായത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്ന ആശയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസായ ഒരു വസ്തുതയാണ് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ ഫോം ചെയ്തു. ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ ഇന്ത്യ മഹാരാജ്യത്തെ ദരിദ്രരുടെ എണ്ണം നിശ്ചയിക്കാൻ ഒരു പഠന ഗ്രൂപ്പ് ആരംഭിച്ച വർഷം 1962. അപ്പൊ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യ മഹാരാജ്യത്തെ ദരിദ്രരുടെ എണ്ണം നിശ്ചയിക്കാൻ വേണ്ടി
പഠന ഗ്രൂപ്പ് ആരംഭിച്ച വർഷം എന്ന 1962 അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആ. ഇനി നമുക്ക് വേണ്ടത് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്നാണ് ചോദിച്ചാൽ അത് ഒക്ടോബർ 17, അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്നാണ് ഒക്ടോബർ 17. ഇനി ഈ പറയുന്ന ദാരിദ്ര്യം എന്നറിയപ്പെടുന്ന ആശയം പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന രൂപ മാത്രം ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യയുടെ ഏക രാഷ്ട്രപതി എന്ന വിശേഷണമുള്ള APJ അബ്ദുൽ കലാം ഇന്ത്യ മഹാരാജ്യത്ത് 2020 ഇന്ത്യയിൽ നിന്ന് മുഴുവൻ ദാരിദ്ര്യം തുടച്ചു നീക്കാനായിട്ട് APJ അബ്ദുൽ കലാം കൊണ്ടുവന്നൊരു പദ്ധതിയുണ്ട്. 2020 എന്ന് പറഞ്ഞാൽ 2020 കൊണ്ടുവന്നു എന്നല്ല അർത്ഥം. 2020 എന്നറിയപ്പെടുന്ന വർഷത്തോടുകൂടി ഇന്ത്യയിൽ നിന്ന് ദാരിദ്ര്യം എല്ലാ തരത്തിലും ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി APJ അബ്ദുൽ കലാം ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് പുര. പുര എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പ്രൊവൈഡിങ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയ. ഗ്രാമപ്രദേശത്ത് നഗരപ്രദേശത്ത് ഈ പറയുന്ന നഗര സാന്നിധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെ കൊടുക്കുക, ഗ്രാമപ്രദേശത്ത് കൊടുക്കുക എന്ന ലക്ഷ്യം ഇട്ടുകൊണ്ട് APJ അബ്ദുൽ കലാം കൊണ്ടുവന്ന കൺസെപ്റ്റിന്റെ പേരാണ് പുര എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ പുര എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ആരുടേതാ? APJ അബ്ദുൽ കലാം കൊണ്ടുവന്നതാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏത് രാജ്യം എടുത്തോ ആ രാജ്യത്തെ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് എന്ന് പറയുന്ന ആ രാജ്യത്തെ ദാരിദ്ര്യമായിരിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന രാജ്യങ്ങളെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ മൂന്നായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് വെച്ചാൽ വികസിത രാജ്യങ്ങൾ, രണ്ട് ഡെവലപ്പിംഗ് കൺട്രീസ് വികസ്വര രാജ്യങ്ങൾ, മൂന്നാമത്തതാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങൾ. അതായത് പൂർണ്ണമായി വികസിച്ചു, ഈ പറയുന്ന അവിടെ ദാരിദ്ര്യമില്ല, അവിടെ തൊഴിലില്ലായ്മ ഇല്ല, അവിടുത്തെ ജനങ്ങളെല്ലാം സമന്മാരായി അല്ലെങ്കിൽ തുല്യരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ആ രാജ്യം എന്താണ്? ഈ പറയുന്ന ഡെവലപ്ഡ് എന്ന് വെച്ചാൽ അമേരിക്ക ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആ. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡെവലപ്ഡ് സ്റ്റേജിലേക്കും ആകാം അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡിലേക്കും പോകാം. ഇതാണ് ലോജിക്ക്. അപ്പൊ ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്, ഡെവലപ്ഡ് കൺട്രി അല്ല, ഡെവലപ്പിംഗ് കൺട്രിയാണ്. എപ്പോൾ വേണമെങ്കിലും എന്തായി തീരാം, ഡെവലപ്ഡ് ആയി തീരാം, അതല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആവാം, അങ്ങനെ നമ്മൾ പറയുന്നത്. മൂന്നാമത്തതാണ് അവികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയും. അപ്പൊ അവിടെ ഒരു വാക്കുണ്ട്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, മൂന്നാംകിട രാജ്യങ്ങൾ എന്നായിരുന്നു ഈ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ ആദ്യകാലത്ത് അറിയപ്പെട്ടത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഇപ്പം ഈ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ മൂന്നാംകിട രാജ്യങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കാറില്ല. അതുകൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക, പഠിക്കണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വസ്തുത ഇതാണ്, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ എടുക്കുന്ന സമയത്ത് നമ്മൾ വൻകരകൾ പഠിക്കും. ഏഷ്യ വൻകര, യൂറോപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ആഫ്രിക്ക, അങ്ങനെയൊക്കെയുള്ള വൻകരകളെ പറയത്തില്ലേ. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് യൂറോപ്പാണ്. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര യൂറോപ്പും ഏറ്റവും കൂടുതൽ അവികസിത രാജ്യങ്ങളുള്ള വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയുമാണ്. അപ്പൊ നമുക്ക് വേണ്ട ഇന്ത്യയിലേക്ക് വരിക. ഇന്ത്യയിലെ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ദാരിദ്ര്യം, നമ്മുടെ സിലബസിലുണ്ട്, തൊഴിലില്ലായ്മ നമ്മുടെ സിലബസിലുണ്ട്, അൺഎംപ്ലോയ്മെന്റ്, അസമത്വം അല്ലെങ്കിൽ ഇൻഇക്വാളിറ്റി. ഈ മൂന്ന് ഘടകങ്ങളാണ് ഇന്ത്യയിൽ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പൊ അതിൽ തന്നെ മുൻവർഷ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ? ഇന്ത്യൻ കാർഷിക മേഖലയിൽ അനുഭവപ്പെടുന്ന തൊഴിലില്ലായ്മ അറിയപ്പെടുന്ന പേര് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട വസ്തുത, ഇന്ത്യയിലെ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ദാരിദ്ര്യമുണ്ട്, മറ്റൊന്ന് തൊഴിലില്ലായ്മയുണ്ട്, മറ്റൊന്ന് അസമത്വമുണ്ട്. ഈ പറയുന്ന ദാരിദ്ര്യം കുറച്ചുകൊണ്ട് വന്നെങ്കിൽ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കുറച്ചാൽ, അസമത്വം കുറച്ചാൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം എന്തിലേക്ക് ലീഡ് ചെയ്യും? വികസനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വികസിത രാജ്യമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന ദാരിദ്ര്യം കുറയ്ക്കുക, തൊഴിലില്ലായ്മ കുറയ്ക്കുക, അസമത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരിക്കണം ഏത് ഗവൺമെന്റ് ഇന്ത്യയിൽ പ്രവർത്തിച്ചാലും അവരെടുക്കേണ്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക, തൊഴിലില്ലായ്മ കുറയ്ക്കുക, അസമത്വം ഇല്ലാണ്ടാക്കുക. ഓക്കെ ആണല്ലോ. ഇനി അവിടെ രണ്ട് വാക്ക് നമ്മൾ പറയും. ഒന്ന്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തത് സാമ്പത്തിക വികസനം. ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഒരു വ്യക്തി വളർന്നു, വളർച്ച, ആ വ്യക്തിയുടെ വികസനം, ഇത് രണ്ട് സ്ട്രീമാണ്, രണ്ട് തല. ഒരു വ്യക്തിയുടെ വളർച്ച ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ വളരുക എന്ന് പറഞ്ഞാൽ എൻ്റെ രൂപത്തിൽ എനിക്ക് ഹൈറ്റ് വെക്കുന്നു, എനിക്ക് വെയിറ്റ് വെക്കുന്നു, ഇതൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞ വളർച്ച എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ശരീരം കൊണ്ട് വികസിക്കുക എന്നുള്ളതല്ല, മറ്റു രീതിയിലുള്ള കൺസെപ്റ്റാണ്.
അതായത് ഭൗതിക ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ ഈ പറയുന്ന മാനസിക നില, ഇതിൻ്റെയൊക്കെ ഒരു വികസനത്തെയാണ് നമ്മൾ ഈ പറയുന്ന വികസനം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ വികസനം എന്ന് പറയുന്നത്. അതേപോലെ ഒരു രാജ്യത്ത് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, ഒന്ന് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. വേറെ ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ രാജ്യത്തെ നോക്കൂ, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം എൻ്റെ നിങ്ങളുടെയൊക്കെയാണ് ആണല്ലോ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ അറിയപ്പെടുന്ന പേരാ സാമ്പത്തിക വളർച്ച. അപ്പൊ 2025 ഇത്ര കോടി രൂപയുടെ സാധനം ഉണ്ടാക്കി, 2026 ആ കോടിയേക്കായി കൂടുതൽ കാര്യങ്ങളാണ് അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ചുവെങ്കിൽ നമ്മൾ പറയും സാമ്പത്തിക വളർച്ചയുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പറയാം, നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്തു പേരിൽ അറിയപ്പെടുന്നത്? സാമ്പത്തിക വളർച്ച എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ രാജ്യം സാമ്പത്തിക വളർച്ച നേടണം, അതായത് നാഷണൽ ഇൻകം കൂടി വരണം. ഒപ്പം രാജ്യത്തെ എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഈ ക്ലാസ് കാണുന്ന എത്ര പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടോ അത്രയും പേർക്കും അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ പറ്റണം. അതിലെല്ലാവരും ഉൾപ്പെടും. ദരിദ്രരെന്നോ പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ ഇന്ന ജാതിയിൽ നിന്നോ ഇന്ന മതമെന്നോ ഒന്നും വ്യത്യാസമില്ല. രാജ്യം സാമ്പത്തിക വളർച്ച നേടണം, ഒപ്പം രാജ്യത്തെ എല്ലാവർക്കും അതിനെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. അപ്പൊ സാമ്പത്തിക വികസനം ഇനി SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന ഒരു കണ്ടന്റാ പറഞ്ഞിരുന്നത്. സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വികസനം ഈക്വൽ ടു സാമ്പത്തിക വളർച്ച അധികം ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച. നോക്കൂ, 2025 എന്റെ ജീവിത ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ 10% അല്ലെങ്കിൽ എന്റെ ജീവിത ഗുണനിലവാരം അല്ലെങ്കിൽ എന്റെ പ്രദേശത്തെ കേരളത്തിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ജീവിത നിലവാരം കുറവായിരുന്നു. 2026 അത് കൂടിയാൽ സാമ്പത്തിക വികസനമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റും. സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ചയോടൊപ്പം എന്തും മാറണം, ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ചയും മാറണം. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷനായിട്ട് SCERT സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തപ്പോണ്ട് സാമ്പത്തിക വികസനം എന്നാൽ സാമ്പത്തിക വികസനം ഈക്വൽ ടു സാമ്പത്തിക വളർച്ച പ്ലസ് ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ദാരിദ്ര്യരേഖ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഒരു ഇമാജിനറി ലൈനാണ്. ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖ. നോക്കൂ, ഒരു ക്ലാസ്സിൽ നമ്മളൊരു ക്ലാസ്, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു സദസ്സിൽ ഒരു കല്യാണത്തിന് പോയി പങ്കെടുത്തുകൊണ്ടിരിക്കുക. അതിൽ അവിടത്തെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ദരിദ്രരെന്ന് മാറ്റി നിർത്തി. ഇനി കുറച്ച് ആളുകളുണ്ട്, ഈ ക്ലാസ് കാണുന്ന കുറച്ച് ആളുകളെ മാറ്റി നിർത്തിയിട്ട് അവർ പറഞ്ഞു അത് ദരിദ്രരല്ലാത്തവർ. അപ്പൊ അവിടെ ഒരു ഇമാജിനറി ലൈൻ എപ്പോഴും കാണുമല്ലോ. അവിടെ ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു സാങ്കല്പിക രേഖ കാണും. അതിനെയാണ് നമ്മൾ ദാരിദ്ര്യ രേഖ എന്നറിയപ്പെടുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന ദാരിദ്ര്യം കണക്കാക്കുന്നത് ഉള്ള പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വീട്ടിലുള്ള കാറിന്റെ അടിസ്ഥാനത്തിലല്ല, വീടിന്റെ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഊർജത്തിന്റെ കലോറിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് കലോറി ഇൻടേക്ക് അല്ലെങ്കിൽ കലോറിയുടെ അടിസ്ഥാനത്തിലാണ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എല്ലായ്പ്പോഴും ഗ്രാമപ്രദേശത്തെയും നമ്മൾ നഗരപ്രദേശത്തെ എടുക്കുക. അതിൽ ഗ്രാമപ്രദേശത്ത് കൂടുതൽ ഊർജം നമുക്ക് വേണം. കാരണം എന്താ? ഗ്രാമപ്രദേശത്താണ് ഈ പറയുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട് കായിക അഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടുതലായി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രാമപ്രദേശത്തായതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജത്തിന്റെ കലോറി മൂല്യം കൂടുതൽ കിട്ടണം. നഗരങ്ങളിൽ കുറച്ചു മതി. അതിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്: ഒരാൾക്ക് തൊഴിൽ ചെയ്യാൻ ലഭിക്കേണ്ട ഊർജത്തിന്റെ കലോറി മൂല്യത്തിന് ആവശ്യമായ ചെലവ് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളിൽ 2400 കിലോ കലോറി, ടിക്ക് ചെയ്ത് പഠിക്കണം. ഗ്രാമങ്ങളിൽ 2400 കിലോ കലോറിയും നഗരങ്ങളിൽ 2100. അപ്പൊ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പരീക്ഷാളി കയറുമ്പോൾ കുഴഞ്ഞു പോകത്തില്ല. എങ്ങനെ? ഗ്രാമപ്രദേശത്ത് കൂടുതൽ കായികാഭ്യാസം വേണം, അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഊർജം വേണം. നഗരപ്രദേശത്ത് കായികാഭ്യാസം കുറവ് മതി എന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന NSSO പറയുന്നത്. അതിന്റെ കണ്ടന്റിലേക്ക് വരാം. അപ്പൊ ദാരിദ്ര്യരേഖ എന്താണെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇനി ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട സൂചികളാണ്: ഒന്ന് സെൻ സൂചിക, മറ്റൊന്ന് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, മറ്റൊന്ന് സ്ക്വയേർഡ് പോവർട്ടി ഗ്യാപ്പ്. ഈ 3 ഇൻഡെക്സ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുക, താഴെ പറയുന്നവയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സൂചികകളിൽ പെടാത്തതേത്? അപ്പം സെൻ സൂചിക പെടും,
പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് പെടും, സ്ക്വയേർഡ് പോവർട്ടി ഗ്യാപ്പും ഉൾപ്പെടും. അങ്ങനെ 3 സൂചികകളെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. സെൻ സൂചിക, പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, സ്ക്വയേർഡ് പോവർട്ടി ഗ്യാപ്പ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ റെയർ കണ്ടന്റ് ഒക്കെ എന്തിനാ പഠിക്കുന്നത്, റെയർ കണ്ടന്റിൽ നിന്ന് ചിലപ്പോൾ 1-2 മാർക്ക് വന്നാൽ നിങ്ങളായിരിക്കുമല്ലോ റാങ്ക് മേക്കർ. അങ്ങനെ തന്നെ ചിന്തിക്കുക. ഓക്കെ, അടുത്തത് ഈ പറയുന്ന ദാരിദ്ര്യം കണക്കാക്കാനുള്ള സൂചികകളിൽ ഒന്നായ സെൻ സൂചിക ഡെവലപ്പ് ചെയ്തത് നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെൻ ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അമർത്യ സെന്നിന്റെ കൃതികളിൽ പ്രതിപാദ്യമായിരിക്കുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം ഏതെന്ന് ചോദിച്ചാൽ അത് ബംഗാൾ ക്ഷാമമാണ്. അപ്പൊ നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെൻ തയ്യാറാക്കിയ ദാരിദ്ര്യ സൂചിക ഏതെന്ന് ചോദിച്ചാൽ അത് സെൻ സൂചിക, വേറെ ഒന്നുമില്ല. അമർത്യ സെൻ, 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 അമർത്യ സെൻ, സെൻ സൂചിക. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഒരു രാജ്യത്ത് ദരിദ്രരെ തിരിച്ചറിയാൻ വേണ്ടി എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന, അപ്പം എൻ്റെ വീട്ടിലെ വരുമാനം ആണ്, എൻ്റെ വീട്ടിലെ വരുമാനമാണ്, ഞാൻ ദരിദ്രനാണോ അല്ലെങ്കിൽ സമ്പന്നനാണോ എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഒരു മാസം 100 രൂപയേ ഉള്ളൂ എങ്കിൽ ഞാൻ എന്താണ്, ദരിദ്രനാണ്. എൻ്റെ വീട്ടിൽ ഒരു ദിവസം 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഒരു ദിവസം കിട്ടുക, അല്ലെങ്കിൽ ഒരു മാസം ഇത്ര രൂപ കിട്ടുക എങ്കിൽ അതുകൊണ്ട് എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ ദരിദ്രനല്ല. അപ്പൊ ദരിദ്രരെ തിരിച്ചറിയാൻ കുടുംബങ്ങളുടെ വരുമാനത്തിന് പകരമായിട്ട് ഇന്ത്യയിൽ എടുക്കുന്നത് ആളോഹരി ചെലവ് അല്ലെങ്കിൽ മാസ ആളോഹരി ചെലവ്, അതുമല്ലെങ്കിൽ മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, MPC എന്ന് പറയും. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എന്തുവാ ഈ ആളോഹരി ചെലവ് എന്ന് പറഞ്ഞാൽ. ആളോഹരി വരുമാനമുണ്ട്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകത്തെ, വീണ്ടും ആവർത്തിക്കുന്നു, ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ ആകെ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം മാസ ആളോഹരി ചെലവ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, മാസമാണ്. അപ്പൊ ആളോഹരി ചെലവ് എന്ന് വെച്ചാൽ എന്തുവാ, ഒരു വർഷത്തെ. അതായത് ആളോഹരി ചെലവ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ആകെ ചെലവിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് ആളോഹരി ചെലവ്. ഇനി മാസ ആളോഹരി ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ, മൊത്തം 12 മാസമുണ്ട്, അതിൽ ഒരു മാസത്തെ ആളോഹരി ചെലവ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് ദരിദ്രരെ തിരിച്ചറിയാൻ കുടുംബങ്ങളുടെ വരുമാനമല്ല എടുക്കുന്ന, മറിച്ച് മാസ ആളോഹരി ചെലവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും കാര്യം എടുക്കും. അപ്പൊ ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ ആകെ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആളോഹരി ചെലവെന്ന് പറഞ്ഞാൽ ആകെ ചെലവിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒപ്പം മാസ ആളോഹരി ചെലവെന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ആളോഹരി ചെലവ്, 12 മാസത്തെ ആളോഹരി ചെലവാണ് ടോട്ടൽ ആളോഹരി ചെലവ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇപ്പൊ ഇന്ന് ഈ പറയുന്ന റെഗുലർ ബാച്ചിലും റിവിഷൻ ബാച്ചിലും എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത്, ഇന്ന് രാവിലെ മുതൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും മെറ്റീരിയൽസും കൃത്യമായിട്ട് കാണണം, റിവിഷൻ നടത്തണം. തന്നിരിക്കുന്ന മൈക്രോ നോട്ട്സ് കമ്പൽസറി ആയിട്ടും വായിക്കണം. അതിനകത്ത് നിന്ന് ഒത്തിരി ചോദ്യം നിങ്ങൾക്ക് കിട്ടും. സിലബസ് ഫാക്ട് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രെൻഡിങ് ഏരിയ ആണ് മാജിക് മന്ത്ര സെഷൻ. വേറെ ഒന്നുമില്ല, 2025 വരെ വിവിധ മത്സര പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും അതിൻ്റെ SCRT കണ്ടന്റും NCRT കണ്ടന്റും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന PSC ഇൻഫ്ലുവൻസർ ടീമിലെ ഓരോ ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്ന സെഷനാണ്. അത് കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തണം. ഇതെല്ലാം പഠിച്ചിട്ട് വേണം ഇന്ന് രാത്രി എക്സാം, ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ഡെയിലി ഫോളോ അപ്പ്. എല്ലാ ദിവസവും നമ്മൾ പഠിക്കുന്നു, എല്ലാ ദിവസവും പരീക്ഷ എഴുതുന്നു, എല്ലാ ദിവസവും കണ്ടന്റ് വായിക്കുന്നു, എല്ലാ ദിവസവും നമ്മൾ ലൈവായിട്ട് തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ ഒഫീഷ്യൽ നമ്പറായ 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അത് NSSO ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന ഏജൻസി CSO അല്ലയോ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി ഉണ്ട്, ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന ഏജൻസി ഉണ്ട്. രണ്ടാ. ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന ഏജൻസി എന്നറിയപ്പെടുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ഹെഡ് കൗണ്ട് റേഷ്യോ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് തലയെണ്ണൽ അനുപാതം അല്ലെങ്കിൽ ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയും. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ദാരിദ്ര്യത്തെ പറ്റിയാണല്ലോ. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണവും ജനസംഖ്യയും തമ്മിലുള്ള അനുപാതത്തിന്റെ പേരാണ് തലയെണ്ണൽ അനുപാതം അല്ലെങ്കിൽ ഹെഡ് കൗണ്ട് റേഷ്യോ, അതുമല്ലെങ്കിൽ HCR. അപ്പൊ HCR കണക്കാക്കുന്നതിന്റെ ലോജിക്ക് ഇതാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യ ഡിവൈഡ് ബൈ ആകെയുള്ള ജനസംഖ്യ. അപ്പൊ ആകെയുള്ള ജനസംഖ്യ എപ്പോഴും നമ്മൾ പറയുന്നത്
രണ്ടാമതായിരിക്കും. അപ്പൊ ഇതൊരു അനുപാതമാണ്. തലയെണ്ണ അനുപാതം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണവും ജനസംഖ്യയും തമ്മിലുള്ള, അതായത് ആ രാജ്യത്തെ ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതത്തിന്റെ പേരാണ് തലയെണ്ണൽ അനുപാതം. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. എന്തായാലും ജനസംഖ്യയെ കുറിച്ച് പറയുവാണല്ലോ, ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കമന്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ആൻസർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം, NCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ വിവിധ തലങ്ങൾ. ഇന്ത്യ മഹാരാജ്യം എടുത്തു, ഏത് രാജ്യത്തെ നമ്മൾ എടുത്തു, പ്രധാനമായിട്ടും 4 ദാരിദ്ര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് അബ്സല്യൂട്ട് പോവർട്ടി, അതുമല്ലെങ്കിൽ പരിപൂർണ ദാരിദ്ര്യം, വേറെ ഒന്നുമില്ല. ഇപ്പൊ നോക്കൂ, എനിക്ക് നിങ്ങൾക്കും എല്ലാം അടിസ്ഥാനമായിട്ട് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും, അത് നമ്മുടെ വീട്ടിലെ ഒരാളായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, അത് അമേരിക്കയിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ആസ്ട്രേലിയയിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ആഫ്രിക്കയിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, ആ മനുഷ്യന് അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, കുടിവെള്ളം, ആരോഗ്യം, ഭവനം, വിദ്യാഭ്യാസം, നമ്മൾ പറയും ഫുഡ്, വാട്ടർ, ഹെൽത്ത്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇത് കിട്ടാത്തതിനെ അറിയപ്പെടുന്ന പേരാണ് പരിപൂർണ ദാരിദ്ര്യം. അബ്സല്യൂട്ടായിട്ട് അവർക്ക് ഒന്നും കിട്ടുന്നില്ല. മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല, ആരോഗ്യം കിട്ടുന്നില്ല, ഭവനം, ഷെൽട്ടർ കിട്ടുന്നില്ല, വിദ്യാഭ്യാസം, ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ആ ലഭ്യതയില്ലായ്മയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് പോവർട്ടി അല്ലെങ്കിൽ പരിപൂർണ ദാരിദ്ര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ആപേക്ഷിക ദാരിദ്ര്യം. നമ്മൾ പറയും റിലേറ്റീവ് പോവർട്ടി എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരാളെ അപേക്ഷിച്ച്, എന്ന് വെച്ചാൽ സമൂഹത്തിലെ വേറൊരാളെ നമ്മൾ കമ്പയർ ചെയ്യുക. ഇപ്പൊ നോക്കൂ, എൻ്റെ വീടിനടുത്ത് ഒരു വ്യക്തിത്വം ഉണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഒരാളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജില്ലയിൽ ഒരാളുണ്ട്, കേരള സംസ്ഥാനത്ത് നമ്മൾ പറയുക ഇന്നാള്, അല്ലെങ്കിൽ ഈ പറയുന്ന ലുലുവിൻ്റെ ഓണർ, അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുക. ലുലുവിൻ്റെ ഓണർ അല്ലെങ്കിൽ ഈ പറയുന്ന ആരും ആയിക്കോട്ടെ, ഒരു കോടീശ്വരനെ വെച്ച് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സാമ്പത്തികമില്ല എന്ന് പറയുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് റിലേറ്റീവ് പോവർട്ടി. സമൂഹത്തിലെ ഉയർന്ന വരുമാനക്കാരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യും, എന്നിട്ട് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന അവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് ആപേക്ഷിക ദാരിദ്ര്യം അല്ലെങ്കിൽ റിലേറ്റീവ് പോവർട്ടി. നമ്മൾ പറയത്തില്ല അവന് കാറുണ്ട് എനിക്ക് കാറില്ല, അവന് ബൈക്കുണ്ട് എനിക്ക് ബൈക്കില്ല എന്ന് പറയത്തില്ലേ. അപ്പൊ സമൂഹത്തിലെ ഉയർന്ന വരുമാനക്കാരുമായിട്ട്, അവിടെ ഒരു വരുമാനമാണ്, ഇൻകമാണ് എടുക്കുന്നത്, ആ ഉയർന്ന വരുമാനക്കാരുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന അവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് ആപേക്ഷിക ദാരിദ്ര്യം. അടുത്ത മൂന്നാമത്തതാണ് സിറ്റുവേഷണൽ പോവർട്ടി അല്ലെങ്കിൽ സാഹചര്യ ദാരിദ്ര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എൻ്റെ സാഹചര്യം നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരുന്നത്, പെട്ടെന്ന് പ്രകൃതിക്ഷോഭമായിട്ടൊരു വെള്ളപ്പൊക്കം വന്നു, ഭൂമി കുലുക്കം വന്നു, പകർച്ചവ്യാധികൾ വന്നു. ഇതൊക്കെ നമ്മൾ സിറ്റുവേഷനാണ്, ഓരോ വ്യക്തികൾക്കും അനുഭവപ്പെടുന്ന സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷന്റെ ഭാഗമായിട്ട് വരുന്ന ദാരിദ്ര്യം, ആ സാഹചര്യങ്ങളിൽ താൽക്കാലികമായിട്ട് വന്നു ചേരുന്ന ദാരിദ്ര്യത്തിന്റെ പേരാണ് സാഹചര്യ ദാരിദ്ര്യം എന്ന് പറയുന്നത്. സിറ്റുവേഷനാണ്. ഓക്കെ, ഇപ്പം വെള്ളപ്പൊക്ക സമയത്ത്, കേരളത്തിലെ 2 വെള്ളപ്പൊക്ക സമയത്ത് പല ജില്ലയിലും ആളുകൾ, ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ജനങ്ങൾ ഉൾപ്പെടെ എത്രമാത്രം കഷ്ടപ്പെട്ടു, ദാരിദ്ര്യം വന്നു ചേരുക. അപ്പൊ അതിനെ അറിയപ്പെടുന്നവരാണ് സിറ്റുവേഷണൽ പോവർട്ടി അല്ലെങ്കിൽ സാഹചര്യ ദാരിദ്ര്യം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനറേഷണൽ പോവർട്ടി, അതായത് പാരമ്പര്യ ദാരിദ്ര്യം എന്ന് പറയും. നമ്മൾ പറയും അവർ പാരമ്പര്യമായിട്ട് സമ്പത്തുള്ളവരാ എന്ന് പറയത്തില്ലയോ. അപ്പൊ ഓപ്പോസിറ്റും കൂടെ ഓർത്ത് വെക്കണം. കുടുംബങ്ങളിൽ ദാരിദ്ര്യം എന്ന അവസ്ഥ തലമുറകളായിട്ട് കൈമാറി വരുന്ന അവസ്ഥ. അതായത് എൻ്റെ അച്ഛൻ ദാരിദ്ര്യം എനിക്ക് തരുന്നു, എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ കൊടുത്തു, അപ്പൂപ്പൻ്റെ അച്ഛൻ കൊടുത്തു, അങ്ങനെ അല്ലെങ്കിൽ അമ്മുമ്മ, അങ്ങനെ എന്ത് ചെയ്യുന്നു, ദാരിദ്ര്യം ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, കൈമാറി വരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഓരോ ജനറേഷനിലും അവരങ്ങോട്ടേക്ക് ഈ പോവർട്ടിയെ ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാരമ്പര്യ ദാരിദ്ര്യം അല്ലെങ്കിൽ ജനറേഷണൽ പോവർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പം 4 തരത്തിൽ പ്രധാനപ്പെട്ട 4 പോവർട്ടി ടൈപ്പ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് പരിപൂർണ ദാരിദ്ര്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് പോവർട്ടി, 2 റിലേറ്റീവ് പോവർട്ടി അല്ലെങ്കിൽ ആപേക്ഷിക ദാരിദ്ര്യം, ദെൻ മൂന്നാമത്തതാണ് സാഹചര്യ ദാരിദ്ര്യം അല്ലെങ്കിൽ സിറ്റുവേഷണൽ പോവർട്ടി, അടുത്തതാണ് പാരമ്പര്യ ദാരിദ്ര്യം അല്ലെങ്കിൽ ജനറേഷണൽ പോവർട്ടി. ക്ലിയർ ആണല്ലോ. അടുത്ത കണ്ടന്റിലേക്ക് നമ്മൾ പോകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഇതിനകത്തുനിന്ന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് മൾട്ടി പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയും. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക. രണ്ട് ലോചിക്കാവും. ഒന്ന്, ഇന്ത്യയിൽ ഇതേ സാധനമുണ്ട്, അതിനെയാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്നറിയപ്പെടുന്നത്, NMPI എന്ന് പറയും.
അതായത് ഇന്റർനാഷണൽ തലത്തിൽ, ആഗോള തലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയുടെ പേരാണ് മൾട്ടി ഡയമെൻഷണൽ ദാരിദ്ര്യ സൂചിക, അതുമല്ലെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക, അതുമല്ലെങ്കിൽ MBI. ഈ MBI ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒന്ന് OPHI എന്നറിയപ്പെടുന്ന ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്നറിയപ്പെടുന്ന സംഘടനയും UN ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന UNDPയും സംയുക്തമായിട്ടാണ്. അപ്പം ഇന്ത്യ മഹാരാജ്യത്തല്ല, ഇന്റർനാഷണൽ ലെവൽ, ആഗോള തലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്തൊരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് OPHP അല്ലെങ്കിൽ OPHI അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും കൂടിയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി 12 സൂചകങ്ങളെ അവർ വിലയിരുത്തും. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഒരു കുടുംബത്തിലെ, അപ്പൊ ഒരു രാജ്യത്തെടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യം, മുഴുവൻ ജനങ്ങളുടെയും വിദ്യാഭ്യാസം, മുഴുവൻ ജനങ്ങളുടെയും ജീവിത നിലവാരം. ഈ 3 ഘടകങ്ങൾ ഓർത്തു വെക്കണേ. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഈ 3 തലങ്ങളെ ഈ 3 തലങ്ങളിലെ 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്താണെന്ന് കിട്ടി. ഇനി നമ്മുടെ സിലബസിലേക്ക് നമ്മൾ വന്നു. അതായത് നീതി ആയോഗ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നറിയപ്പെടുന്ന നീതി ആയോഗ് തയ്യാറാക്കിയ ആദ്യത്തെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അറിയപ്പെടുന്ന പേരാണ് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ NMPI. ഈ NMPI ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 2021. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. നീതി ആയോഗ് എന്ന നിലവിൽ വന്ന 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഈ നീതി ആയോഗ് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഇന്ത്യ മഹാരാജ്യത്തെ ദരിദ്രരുമായി ബന്ധപ്പെട്ട് അവിടെ 3 ഘടകങ്ങളാണ് എടുത്തേക്കുന്നത്. അത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 2021-ലാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇനി അവിടെയും വസ്തുത ഇതാ, ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ തലങ്ങളിലായിട്ട് 3 തലങ്ങളിലായിട്ട് 12 സൂചകങ്ങൾ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയും, SDG 12 SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നറിയപ്പെടുന്ന സൂചകങ്ങളിലൂടെയാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അളക്കുന്നത്. ആര്? നീതി ആയോഗ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഒരു വ്യക്തിയുടെ ആരോഗ്യം, അതിനകത്ത് പോഷകാഹാരം വരും, മാതൃ ആരോഗ്യം വരും, അമ്മയുടെ ആരോഗ്യം വരും, then ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെയും അതിനകത്ത് കൗമാരക്കാരുടെയൊക്കെ മരണനിരക്ക് ഉൾപ്പെടെ ഈ പറയുന്ന ഇതിനകത്ത് വരും, ഈ പറയുന്ന ആരോഗ്യത്തിൽ വരും. വിദ്യാഭ്യാസത്തിനകത്ത് വരുന്നത് പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസവും ഹാജർ നില ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാഭ്യാസത്തിൽ 2 ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത്, ഒന്ന് സ്കൂൾ വിദ്യാഭ്യാസവും മറ്റൊന്ന് സ്കൂളിലെ ഹാജറും. then മൂന്നാമത്തതാണ് ജീവിത നിലവാരം. ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കും നിങ്ങൾക്കും ഒക്കെ ജീവിത നിലവാരമുണ്ട്. ഏതൊക്കെയാ? ഒരു വ്യക്തിക്ക് വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ട്, അപ്പോൾ പാചക ഇന്ധനം ഉണ്ടെങ്കിൽ അവന്റെ ജീവിത നിലവാരം ഡിഫറൻ്റ് ആണ്. ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിവെള്ളമുണ്ട്, വൈദ്യുതി ഉണ്ട്, ഭവനം, മറ്റ് ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തായി? ഈ പറയുന്ന ജീവിത നിലവാരം ഉണ്ട് എന്നായി. അതാണ് ലോജിക്കായിട്ട് എടുക്കുന്നത്. അങ്ങനെ 12 ഘടകങ്ങൾ വഴിയാണ് ഈ പറഞ്ഞ നീതി ആയോഗ് എന്ത് ചെയ്തേക്കുന്നത്? നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എടുക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ എടുക്കുന്നത് ഏതാണ്? അത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്നറിയപ്പെടുന്ന MBI. ഇന്ത്യ ഗവൺമെന്റ് എടുത്തേക്കുന്നത് NMPI. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2023 ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് ഉണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഇനി ഒരു ബേസ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ബീഹാറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം ബീഹാർ. ഈ 2023 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. ടിക്ക് ചെയ്ത് പഠിക്കണം. 2023 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. ഇനി ഈ റിപ്പോർട്ട് പ്രകാരം ഈ 2023 നീതി ആയോഗ് 2021 എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? ആദ്യമായിട്ട് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. 2023 അപ്ഡേഷൻ പ്രകാരം കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ദരിദ്രമില്ലാത്ത ഏക ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. കേരളത്തിലെ എറണാകുളമാണ് റിപ്പോർട്ട് പ്രകാരം ദരിദ്രമില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല.
ഇന്ത്യയിൽ ഏക ജില്ലയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഋഷിനാഗകുളം എന്നറിയപ്പെട്ട എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എറണാകുളം ജില്ലക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റണം, അല്ലെങ്കിൽ പറയാൻ പറ്റണം ഇന്ത്യ മഹാരാജ്യത്ത് 2023 ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക കണക്ക് പ്രകാരം ദരിദ്രരില്ലാത്ത ഇന്ത്യയിൽ ഏക ജില്ല എറണാകുളം. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ടല്ലാതെ കേരളത്തെ എടുക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ജില്ല അത് വയനാടാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് വയനാട്, ദരിദ്രരെ ഇല്ലാത്ത ജില്ല എറണാകുളം. ഓക്കെ, ഇന്ത്യയിലത്തെ കേസാണ് പറഞ്ഞത്. ഇനി ഈ പറയുന്ന പ്രധാനപ്പെട്ട 4 ജില്ലയിൽ ദരിദ്രരുടെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. അതിലൊന്ന് കാസർഗോഡ്, സപ്തഭാഷാ സംഗമവും എന്നറിയപ്പെടുന്ന കാസർഗോഡ്, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്. ഇത്രയും ജില്ലയിൽ ഈ 2023 ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഉഷാറായിട്ട് പഠിക്കുക. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ ദിവസവും തരുന്ന ക്ലാസ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ദിവസവും തരുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്ത് പോവുക. എക്സാം വൈറ്റ് പേപ്പറിലല്ല അറ്റൻഡ് ചെയ്യേണ്ടത്, OMR ഷീറ്റിൽ തന്നെ അറ്റൻഡ് ചെയ്ത് പോകണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.